ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ. ഓക്കെ. സോ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൽ നമ്മൾ ഡിസിഷൻ ട്രീ ആയിരുന്നു, അതിൽ ഇൻഷുറൻസും ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ. റാൻഡം ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. റാൻഡം ഫോറസ്റ്റിൽ ഗ്ലാസ് പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ അതിൽ നമ്മൾ പക്ഷെ ലോഡാവട്ടെ. ഓക്കെ. ലാസ്റ്റ് നമ്മൾ ട്രെയിനിങ് സ്കോർ 1ഉം ടെസ്റ്റ് സ്കോർ വളരെ ലോ ആയിട്ടായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോഴായിരുന്നു നമ്മൾ ഓവർ ഫിറ്റിംഗ് അണ്ടർ ഫിറ്റിംഗ് കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ? സോ നെക്സ്റ്റ് നമുക്ക് സാലറി ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യാം. സോ അപ്ലോഡ് കൊടുക്കുന്നുണ്ട്, സാലറി ഡാറ്റ സെറ്റ് എടുക്കുന്നുണ്ട്, ഓപ്പൺ കൊടുക്കുക. then അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു നോട്ട്ബുക്കും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. സാലറി എന്ന് പറയുന്നത് റിഗ്രഷൻ പ്രോബ്ലം ആണ്. സോ അതിൻ്റെ നെയിമിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. സാലറി റിഗ്രഷൻ പ്രോബ്ലം അങ്ങനെ തന്നെയാണ് സേവ് ചെയ്യുന്നത്. റിഗ്രഷൻ പ്രോബ്ലം ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടുന്ന ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാണ്ടാസ് ആണ്. പാണ്ടാസ് എസ് പി ഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വേണ്ടത് മാറ്റ്പ്ലോട്ലിബ് കൊടുക്കാം. അറിയാവുന്ന ലൈബ്രറീസ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് നംപൈ തുറക്കും, ഇമ്പോർട്ട് നംപൈ ആസ് എൻ പി. അതേപോലെ പാണ്ടാസ് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് കൊടുക്കുക, മാറ്റ്പ്ലോട്ലിബും വേണമല്ലോ. സോ കൊടുക്കുക മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് പൈപ്ലോട്ട് ആസ് പി എൽ ടി കൊടുക്കുക. സോ മാറ്റ്പ്ലോട്ലിബിന് ഇമ്പോർട്ട് കഴിഞ്ഞു. അതുപോലെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം, സീബോൺ വേണം. ഇമ്പോർട്ട് സീബോൺ ആസ് എസ് എൻ എസ്, ഇമ്പോർട്ട് സീബോൺ ആസ് എസ് എൻ എസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ലേബിൾ എൻകോഡർ വേണ്ടി വരും. ബിക്കോസ് കാറ്റഗറിക്കൽ കോളംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ലേബിൾ എൻകോഡർ ആണ്. അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, മാപ്പ് വെച്ച് ചെയ്യണമെങ്കിൽ മാപ്പ് വെച്ച് ചെയ്തോ കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ തൽക്കാലം ലേബിൾ എൻകോഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രം sklearn ഡോട്ട് കൊടുക്കുക, പ്രീ പ്രോസസ്സിംഗ്, ഇമ്പോർട്ട് ലേബിൾ എൻകോഡർ. സോ ലേബിൾ എൻകോഡർ ഇമ്പോർട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വേണ്ടത് റാൻഡം ഫോറസ്റ്റ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അത് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. കൊടുക്കുക ഫ്രം sklearn ഡോട്ട് എൻസെമ്പിളിലാണ് ഇതുള്ളത്, റാൻഡം ഫോറസ്റ്റ് ഉള്ളത്. സോ റാൻഡം ഫോറസ്റ്റ് റിഗ്രസ്, ഓരോ വേർഡും അപ്പർ കേസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇമ്പോർട്ട് കൊടുത്തിട്ടില്ല അല്ലേ, ഇമ്പോർട്ട് ഓക്കെ. റാൻഡം ഫോറസ്റ്റ് റിഗ്രസർ കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണം, മീൻ സ്ക്വയർഡ് എററും കണ്ടുപിടിക്കണം അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് ഫ്രം sklearn ഡോട്ട് കൊടുക്കണം, മോഡൽ സെലക്ഷൻ, മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ, ഇമ്പോർട്ട് കൊടുക്കുക ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. അതേപോലെ തന്നെ ഫ്രം sklearn ഡോട്ട് കൊടുക്കുക മെട്രിക്സ് കൊടുക്കുക, ഇമ്പോർട്ട് മീൻ സ്ക്വയർഡ് എറർ. മീൻ സ്ക്വയർഡ് എറർ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യലി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയാലോ. നമ്മളിപ്പോൾ കുറച്ച് ഡാറ്റ സെറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ഡാറ്റ ഫ്രെയിമിനെ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ സെറ്റിനെ ഡാറ്റ ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ നമുക്കത് ചെയ്യാം. ഡാറ്റ ഈക്വൽസ് കൊടുക്കുന്നു പി ഡി ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV കൊടുക്കുന്നുണ്ട്. ദെൻ ബ്രാക്കറ്റ്സിൽ കൊടുക്കുക സിംഗിൾ കോട്ട്സിൽ ആ ഒരു ഫയൽ നെയിം എന്തായിരുന്നു, ഡാറ്റ സെറ്റിന്റെ നെയിം സാലറിന്റെ ക്യാപിറ്റലാണ്. ഓക്കെ, സാലറി ഡാറ്റ സെറ്റ് ഡോട്ട് CSV. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ആ ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ ഡോട്ട് ഹെഡ് കൊടുത്തു ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. സോ അൺമാരീഡ് ഉണ്ട് കോളം നെയിം, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ സാലറി. ഓരോരുത്തരുടെ സാലറി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഇനി എത്ര റോസും കോളംസ് ഉണ്ടെന്ന് നോക്കാം. സോ ഡാറ്റ ഡോട്ട് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യുക. object is not callable. Oh sorry, 30 റോസ് ഉള്ളൂ, അതേപോലെ തന്നെ 3 കോളംസേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഡി ടൈപ്സ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഡാറ്റ ഡോട്ട് കൊടുക്കുക, ഡി ടൈപ്സ് കൊടുക്കുക. എല്ലാം ന്യൂമറിക്കലാണ്, നമുക്ക് അതിൽ ചെക്ക് ചെയ്യാനൊന്നുമില്ല. നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ദെൻ ഡോട്ട് കൊടുക്കുക, സമ്മ് കൊടുക്കുക, റൺ ചെയ്യാം. നൾ വാല്യൂസും ഇല്ല. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇൻഫോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇൻഫോ ഇനി അത് സ്കിപ്പ് ചെയ്യണ്ട. ഡാറ്റ ഡോട്ട് ഇൻഫോ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക, റൺ ചെയ്യുക. കംപ്ലീറ്റ് ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാറ്റ ഡോട്ട് കൊടുക്കുക, ഡിസ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ മീനും ബാക്കി കാര്യങ്ങളും വാല്യൂസൊക്കെ നമുക്കിവിടെ എൻ്റയർ വാല്യൂസിനെ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ബോക്സ് പ്ലോട്ട് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഔട്ട്ലയേഴ്സിനെ വിഷ്വലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് എന്ത് കൊടുക്കുക, ബോക്സ് പ്ലോട്ട് കൊടുക്കുക. ബ്രാക്കറ്റിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, കോളം നെയിം സാലറി എന്നല്ലേ, അതെ. സോ സാലറി വെച്ചിട്ട് തന്നെ ബോക്സ് പ്ലോട്ട് ചെയ്യാം. സാലറി ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ പാച്ച് ആർട്ടിസ്റ്റ് ഈക്വൽസ് എന്ന് കൊടുക്കുന്നു, ട്രൂ കൊടുക്കുന്നു, റൺ ചെയ്യാം. സാലറീൻ്റെ ബോക്സ് പ്ലോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോളം ഇയർ ഓഫ് എക്സ്പീരിയൻസിൻ്റെയും അതേപോലെ തന്നെ നോക്കാം. ഇത് കൊടുക്കുക, PLT ഡോട്ട് ബോക്സ് പ്ലോട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഓപ്ഷൻ ഉണ്ടോയെന്നൊന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇല്ല, ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ്. സോ അത് കൊടുത്ത കറക്റ്റ് ആണ്. സ്പേസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. റൺ ചെയ്തിട്ട് അപ്പോൾ വരുവാണെങ്കിൽ ആ ഒരു നെയിം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ പാച്ച് ആർട്ടിസ്റ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. ഓക്കെ, ഇയർ ഓഫ് എക്സ്പീരിയൻസിലും എന്തില്ല, ഔട്ട്ലയേഴ്സ് വരുന്നില്ല. സോ ഓക്കെ ആണ് അത്യാവശ്യം വാല്യൂസ് ഒക്കെ. അൺനെയിംഡ് 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി ഉണ്ട് അല്ലേ, അതിലും കൂടി നോക്കാം. അൺനെയിംഡിൽ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം കേട്ടോ. സീറോസ് മന്ത്സ് ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഡാറ്റ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. സാലറി ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് സാലറി ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റയല്ല, PLT ഡോട്ട് ബോക്സ്. ഇതർ SNS വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു സ്പേസിങ് അറിയുന്നുണ്ട്. തന്നെ അത് കഴിഞ്ഞ ശേഷം കോമ എന്ത് കൊടുക്കുക, പാച്ച് അണ്ടർസ്കോർ ആർട്ടിസ്റ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുക, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക, റൺ ചെയ്യുക.
ഇതിലും ഔട്ട്ലയേഴ്സ് വരുന്നില്ല. സോ നമ്മുടെ 3 കോളത്തിലും ഇൻക്ലൂഡിങ് നമ്മുടെ ടാർഗറ്റ് കോളം അടക്കം നമ്മൾ ചെക്ക് ചെയ്തിട്ടും അതിലിപ്പോൾ ഔട്ട്ലയേഴ്സ് ഒന്നും കാണുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സും വൈയും ഫീച്ചേഴ്സും അതേപോലെ തന്നെ ടാർഗറ്റ് കോളം സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, എക്സ് ഈക്വൽ ടു ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ബ്രാക്കറ്റിനുള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, സാലറി, നമ്മൾ കൊടുക്കുന്ന നെയിം സാലറി കൊടുക്കുന്നുണ്ട്. ദെൻ കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. ദെൻ വൈ ഈക്വൽ ടു ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, സാലറി കൊടുക്കുക. ദെൻ റൺ ചെയ്യാം. എക്സും വൈ ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് കൊടുക്കണം, എക്സ് ട്രെയിനും എക്സ് ടെസ്റ്റ് അതേപോലെ തന്നെ വൈ ട്രെയിനും വൈ ടെസ്റ്റും ആണ് കൊടുക്കേണ്ടത്. സോ എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ അണ്ടർസ്കോർ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് നമ്മുടെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, എക്സ് കോമ വൈ കൊടുക്കുക. അഗെയിൻ കോമ ടെസ്റ്റ് സൈസ് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് സൈസ് ഈക്വൽസ് കൊടുക്കുന്നുണ്ട് 0.2 കൊടുക്കുന്നുണ്ട്. കോമ റാൻഡം സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. സോ റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് എത്ര കൊടുക്കാം, ഒരു 20 കൊടുക്കാം. ദെൻ റൺ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സ്പ്ലിറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രെയിനിങ്ങിൻ്റെ എത്രയുണ്ടെന്ന് നോക്കാം. സോ എക്സ് ട്രെയിൻ ഡോട്ട് എന്ത് കൊടുക്കുക, ഷേപ്പ് കൊടുക്കുക. എത്ര കോളംസ് റോസും വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഫീച്ചേഴ്സിൽ ആകെ 3 കോളംസേ ഉണ്ടായുള്ളൂ. അതിൽ 2 നമ്മുടെ ഫീച്ചേഴ്സും പിന്നെ ഒരെണ്ണം സാലറി ടാർഗറ്റ് കോളം ആണ് വരിക. സോ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ 24 ട്രെയിനിങ്ങിനും ബാക്കി റിമൈനിങ് ടെസ്റ്റിങ്ങിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, മോഡലിനെ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, മോഡൽ ഐദർ മോഡൽ തന്നെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് റിഗ്രസർ 1 കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഏത് രീതിക്ക് കൊടുത്താലും ഇഷ്യൂസ് ഇല്ല. സോ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് മോഡൽ ഈക്വൽസ് നമ്മുടെ റിഗ്രഷൻ്റെ നെയിം എന്താണ്, റാൻഡം ഫോറസ്റ്റ് റിഗ്രസർ. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഓക്കെ ആണ്. എന്നിട്ട് എന്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം കേട്ടോ. എന്ത് കൊടുക്കാം, മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ട്രെയിനും അതേപോലെ തന്നെ വൈ ട്രെയിനും കൊടുക്കാം. എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. റൺ ചെയ്യുക. നമ്മുടെ മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. സോ ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുക, പ്രിൻ്റ് ആയിട്ട് കൊടുക്കുക അല്ലേ. പ്രിൻ്റ് ബ്രാക്കറ്റ്സിൽ ഇത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ്റ്റെൻഡ് ഉണ്ടല്ലോ, ഇത് കൊടുക്കുക ട്രെയിൻ സ്കോർ കോളൻ. തന്നെ ഒരു കോമറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് സ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ ബ്രാക്കറ്റ്സിൽ എന്താണ് നമ്മുടെ എക്സ് ട്രെയിനും അതേപോലെ തന്നെ വൈ ട്രെയിനും കൊടുക്കണം. സോ എക്സ് അണ്ടർസ്കോർ ട്രെയിൻ കോമ വൈ അണ്ടർസ്കോർ ട്രെയിൻ, എക്സ് ട്രെയിനും വൈ ട്രെയിനും കൊടുക്കുന്നുണ്ട്. ദെൻ ആസ് സെയിം വേ നമുക്ക് എന്ത് കൊടുക്കണം, ട്രെയിൻ സ്കോർ കൊടുത്തു, അതേപോലെ തന്നെ ടെസ്റ്റ് സ്കോറും കൂടി പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. സോ പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ടെസ്റ്റ് സ്കോർ കോളൻ സ്പേസ് കൊടുക്കുക. ദെൻ കോമ എന്താണ് മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കൊടുക്കുക കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ദെൻ റൺ ചെയ്യുക.
സോ അറൗണ്ട് നല്ലൊരു സ്കോർ ഉണ്ട്. ട്രെയിനിങ്ങിൽ 0.99 ആണ് വന്നത്. സെയിം വേ ടെസ്റ്റ് സ്കോർ ആണെങ്കിൽ 0.97 അടുത്ത് വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല സ്കോറാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ വിഷ്വലൈസേഷൻസ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാലറി ഡാറ്റ സെറ്റ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. സാലറി ഡാറ്റ സെറ്റിൽ ആകെക്കൂടി 3 കോളംസേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയായിരുന്നു? അൺനെയിംഡ് 0 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ ആയിട്ടാണ് അൺനെയിംഡിനെ ആ ഒരു കോളത്തിൽ റെപ്രസെന്റ് ചെയ്തത്. അതായത് ഒരു നമ്പേഴ്സ് വെച്ചിട്ടാണ് അതിൽ പോയിരിക്കുന്നത്. ദെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് സാലറി ഉണ്ട്. ദെൻ അതിൽ ഓരോ കോളംസിനെ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോരുത്തരെയും സാലറി നമ്മൾ എന്ത് ചെയ്യുവാണ്, കാൽക്കുലേറ്റ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷേപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് എന്തിനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? എൻറ്റയർ റോവിൻ്റെ കൗണ്ടും അതേപോലെ തന്നെ കോളത്തിൻ്റെ കൗണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്, ഷേപ്പ് ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്തായിരുന്നു. ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്തപ്പോൾ എൻറ്റയർലി ന്യൂമറിക്കൽ കോളം ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആകെ 3 കോളംസേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നൾ വാല്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇൻഫോയും ഡിസ്ക്രൈബും അഡീഷണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്ക്രൈബും ഇൻഫോക്കും ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, വിഷ്വലൈസ് ചെയ്ത് നോക്കി. അതിൽ ഔട്ട്ലയേഴ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് അറിയണമായിരുന്നു അല്ലേ. സോ ഓരോ കോളത്തിൻ്റെയും എന്താണ് ഔട്ട്ലയേഴ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ദെൻ ഫൈനലി നമുക്ക് മനസ്സിലായി ഇതിൽ ഔട്ട്ലയേഴ്സ് ഒന്നുമില്ല, എല്ലാത്തിലും അത്യാവശ്യം നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഡാറ്റയാണ് ഉള്ളത്. ദെൻ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സും വൈയും കൊടുത്തു. അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചേഴ്സും വൈ എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റും ആണ്. സോ ആ സാലറി ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എന്താക്കാം, നമ്മുടെ ഫീച്ചേഴ്സ് ആക്കാം. ദെൻ സാലറീനെ മാത്രം നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ടാർജറ്റ് വൈ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് വിഷ്വലൈസേഷൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. റിഗ്രഷൻ മോഡലൊക്കെ കഴിഞ്ഞു, അത് ഓക്കെ. നമുക്കിതിൻ്റെ വിഷ്വലൈസേഷൻ ഞാൻ ഇപ്പോൾ ലാസ്റ്റാണ് കൊടുക്കുന്നത് കേട്ടോ. വിഷ്വലൈസേഷൻ ലാസ്റ്റാണ് ചെയ്തത്. ബട്ട് ഈസ്നല്ലൊക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നൾ വാല്യൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബോക്സ് പ്ലോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ബാക്കി പ്ലോട്ടിങ്ങും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ഞാനിപ്പോൾ തൽക്കാലം ഡിസ്ക്രൈബ് കഴിഞ്ഞതിന് ശേഷം ബാക്കി വിഷ്വലൈസേഷൻ ഞാൻ അഡീഷണലി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സ്കാറ്റർ പ്ലോട്ട് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ കോറിലേഷനും കൂടി ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ സ്കാറ്റർ പ്ലോട്ട് ആഡ് ചെയ്യാം. സോ ഞാൻ സീബോൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ SNS ഡോട്ട് എന്ത് കൊടുക്കുക, സ്കാറ്റർ പ്ലോട്ട് കൊടുക്കുക. ബ്രാക്കറ്റിൽ എക്സ് കൊടുക്കുക. എക്സ് ഈക്വൽ ടു ഞാൻ ഇപ്പോൾ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ വൈ ക്യാപിറ്റൽ ഇയേഴ്സ് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം വൈ ആസ് സാലറി കോമ വൈ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ പാസ് ചെയ്യുക, സാലറി പാസ് ചെയ്യുക. ദെൻ ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിമും കൂടി പാസ് ചെയ്യണം. സോ ഡാറ്റ ഈക്വൽസ് കൊടുക്കുക, ഡാറ്റ തന്നെയാണ് നമ്മുടെ ഡാറ്റ സെറ്റിൻ്റെ നെയിം. ദെൻ നമുക്ക് ടൈറ്റിൽ വേണം അല്ലേ. സോ PLT ഡോട്ട് കൊടുക്കുന്നുണ്ട്, ടൈറ്റിൽ കൊടുക്കുക. ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, ഡബിൾ കോട്ട്സിൽ either ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സ് ഏതാണെങ്കിലും ഓക്കെയാണ്. ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേഴ്സസ് കൊടുക്കുക, സാലറി കൊടുക്കുക. സോ ടൈറ്റിൽ ആഡ് ചെയ്തു. ദെൻ നമുക്ക് ആ ഒരു വിഷ്വലൈസേഷൻ ഡിസ്പ്ലേ ചെയ്യണം. സോ PLT ഡോട്ട് എന്ത് കൊടുത്തു നോക്കുക, PLT ഡോട്ട് ഷോ കൊടുക്കുക, റൺ ചെയ്യാം. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ സാലറിയുമായിട്ടുള്ളൊരു പ്ലോട്ടിങ് വന്നിട്ടുണ്ട്. ഈ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലീനിയർ റിഗ്രഷൻ്റെ ഒക്കെ പോലത്തെ ഒരു ഔട്ട്പുട്ടാണ് വന്നിരിക്കുന്നത്. ഡാറ്റ പോയിന്റ്സ് ഒക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് പോലെയാണ്
നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. സോ ഇത് കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ലീനിയർ റിഗ്രഷൻ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും. റാൻഡം ഫോറസ്റ്റിലും അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് ഉള്ളത് കൊണ്ട് ട്രൈ ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് ലീനിയർ റിഗ്രഷനും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം സ്കാറ്റർ പ്ലോട്ട് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് കോറിലേഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യുവാണ്. സോ നെക്സ്റ്റ് സെൽ എടുക്കുന്നുണ്ട്. ഇത് കൊടുക്കാം SNS ഡോട്ട് ഹീറ്റ് മാപ്പ് കൊടുക്കാം. ഹീറ്റ് മാപ്പ് കൊടുക്കാം. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് കോറിലേഷൻ ഫങ്ഷൻ കൊടുക്കുക, കോമ അൺനോട്ട് ഈക്വൽസ് ഇത് കൊടുക്കുക, ട്രൂ കൊടുക്കുക. ദെൻ സി മാപ്പ് വേണമെങ്കിൽ നമുക്ക് വേറൊരു സി മാപ്പ് കൊടുക്കാം. ഇത്ര നാളും കൂൾ വാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുത്തിരുന്നത്, നമുക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ട് വേറെ ഏതെങ്കിലും കൊടുക്കാം. സി മാപ്പ് ഇക്വൽ ടു സിംഗിൾ കോട്സിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത് വൈ എൽ എൻ ബി യു. സോ ഈ ഒരു കളർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുക്കുക, ടൈറ്റിൽ ആഡ് ചെയ്യാം. കോറിലേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ PLT ഡോട്ട് ഇത് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, കോറിലേഷൻ മെട്രിക്സ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സെല്ലിലായിട്ട് PLT ഡോട്ട് കൊടുക്കുക, ഷോ കൊടുക്കുക. സോ നമ്മുടെ ഹീറ്റ് മാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിൽ ആകെ കൂടി 3 കോളംസ് ആണുള്ളത്. ആ 3 കോളംസ് തമ്മിൽ കോറിലേഷൻ നോക്കി അറൗണ്ട് 1 അടുത്ത്, അതായത് 0.99 ആണ് വരുന്നത്, 0.99, അതേപോലെ തന്നെ 0.96 ആണ് വരുന്നത്. കോറിലേഷനൊക്കെ നല്ല കോറിലേഷൻസ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലൊന്നും കളയാനും കാര്യങ്ങളൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫീച്ചർ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യാം. ഐദർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫീച്ചർ മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എക്സ് ഈക്വൽസ് കൊടുക്കുക, ഡാറ്റ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ കൊടുത്താലും ഇഷ്യൂസ് ഇല്ല. ഓക്കെ, ഓപ്ഷണലാണ്, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു മോഡലും കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോ മോഡൽ 1 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മോഡൽ 1 ഈക്വൽസ് എന്ത് കൊടുക്കാം, റാൻഡം ഫോറസ്റ്റ് എന്ത് കൊടുക്കുക, റിഗ്രസർ കൊടുക്കുക. ദെൻ ബ്രാക്കറ്റിൽ n എസ്റ്റിമേറ്റേഴ്സ് ആഡ് ചെയ്യാം. സോ n അണ്ടർസ്കോർ എസ്റ്റിമേറ്റേഴ്സ് ഈക്വൽസ് ഒരു 100 കൊടുക്കുന്നുണ്ട്, കോമ ദെൻ റാൻഡം സ്റ്റേറ്റ് കൊടുക്കാം. സോ റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് ഒരു 42 കൊടുക്കാം. ഇതൊക്കെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആട്ടോ. ദെൻ നമ്മൾ എന്ത് കൊടുക്കാം, മോഡൽ 1 ഡോട്ട് എന്ത് കൊടുക്കുക, ഫിറ്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ എക്സ്ട്രീം കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ മോഡൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രെയിനും വൈ ട്രെയിനൊക്കെ നമ്മൾ സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വൈപ്രെഡ്, അതായത് മോഡലിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വാല്യൂസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈപ്രെഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളൊരു പർപ്പസോടുകൂടിയാണ് വൈപ്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. വൈപ്രെഡ് ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ R2 സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. R2 സ്കോറും അതേപോലെ തന്നെ മീൻ സ്ക്വയർഡ് എറർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ റൂട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് മീൻ സ്ക്വയർഡ് എററിന് പകരം മീൻ എന്താ പറയുക, കൺസിഡർ. സോ R2 സ്കോർ ഫസ്റ്റ് ചെയ്യാം. സോ R2 എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നുണ്ട്. ഇതെന്ത് കൊടുക്കുന്നുണ്ട്, R2 സ്കോർ
ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് കോമ വൈ ബ്രെഡ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ RMSE കൊടുക്കുന്നുണ്ട്. ഈക്വൽ ടു നമ്മൾ നംപൈയിൽ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, SQRT എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് കേട്ടോ. സോറി, അല്ല, നമ്മുടെ ഫംഗ്ഷൻ മീൻ സ്ക്വയേർഡ് എറർ ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. മീൻ സ്ക്വയേർഡ് അണ്ടർസ്കോർ എന്ത് കൊടുക്കാം, എറർ കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് കോമ വൈ ബ്രെഡ് പാസ് ചെയ്യുന്നുണ്ട്. തന്നെ ഈ ഒരു 2 സെൽ. ഓക്കെ, ആർട്ട് സ്കോർ നമ്മളവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ആർട്ട് സ്കോർ ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ ഒരു കോമയുടെ ആർട്ട് സ്കോർ കൊടുക്കാം. സോ അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴത്തേക്ക് പോവാ. ഇവിടെ ആർട്ട് സ്കോർ ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ ആയിരുന്നു. സോ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് കൊടുക്കാം കേട്ടോ. സോ നെക്സ്റ്റ് സെല്ലിൽ പ്രിൻ്റ് എഫ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ സ്ട്രിംഗ് ഫോമാറ്റിലാണ് കൊടുക്കുന്നത്. സോ R2 സ്കോർ കോളൻ കൊടുക്കുക, കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് R2 കോളൻ 0.4F എന്നാണ് കൊടുക്കുന്നുണ്ട്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 4 വാല്യൂസ് മതി എന്നുള്ള രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ റൂട്ട് RMSEൻ്റെ വാല്യൂ കൂടെ വേണ്ടേ, സോ അതും കൂടെ ആഡ് ചെയ്യാം. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്താ കൊടുക്കുക, റൂട്ട് മീൻ സ്ക്വയർ എറർ കൊടുക്കുക, കോളൻ കൊടുക്കുക, കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് RMSE കോളൻ കൊടുക്കുക, 0.2F കൊടുക്കുന്നുണ്ട്. 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 വാല്യൂ മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. സോ ഇതിൻ്റെ ആർട്ട് സ്കോർ അത്യാവശ്യം നല്ല ആർട്ട് സ്കോർ ഉണ്ട്. മീൻ സ്ക്വയർഡ് എറർ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിനൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ സ്കാറ്റർ പ്ലോട്ടാണ് വിഷ്വലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കാം. ആക്ച്വൽ വാല്യൂ, പ്രിഡിക്റ്റഡ് വാല്യൂ നമ്മളുള്ള വിഷ്വലൈസേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സോ PLT ഡോട്ട് കൊടുക്കുക, സ്കാറ്റർ കൊടുക്കുക, ബ്രാക്കറ്റിൽ എക്സ് ടെസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്, കോമ ഇത് കൊടുക്കുക, വൈ ടെസ്റ്റ് പാസ് ചെയ്യുക, കോമ കളർ സെറ്റ് ചെയ്ത് കൊടുക്കും, ബ്ലൂ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ലേബിൾ ആഡ് ചെയ്യാം. ലേബിൾ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ടെസ്റ്റും വൈറ്റ് ബ്രെഡും തമ്മിലുള്ള ഒരു ലൈനും കൂടി നമുക്ക് അതിൽ വേണം. അതായത് ഡോട്ടഡ് ആണ് ഇവിടെ നമ്മൾ ഓക്കെ ലൈൻ ചാർട്ട് അല്ല, സ്കാറ്റർ പ്ലോട്ടാണ്. സോ നമുക്ക് സ്കാറ്ററിൻ്റെ നെക്സ്റ്റ് പോർഷൻ കൂടി നമുക്ക് കൊടുക്കാം. PLT ഡോട്ട് കൊടുക്കുക, സ്കാറ്റർ കൊടുക്കുക, ബ്രാക്കറ്റിൽ എക്സ് ടെസ്റ്റ് കോമ വൈറ്റ് ബ്രെഡ്, ദെൻ കോമ എന്ത് കൊടുക്കുക, കളർ കൊടുക്കുക. ഓക്കെ, ഇവിടെ T ആണ് വന്നിരിക്കുന്നത്. കളർ ഈക്വൽസ് എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ റെഡ് ആണ് കൊടുക്കുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ, ലേബിൾ കൊടുക്കുക, ലേബിൾ ഈക്വൽസ് എന്താണ് ആക്ച്വലി കഴിഞ്ഞു. ഇത് പ്രിഡിക്റ്റഡ് ആയിരിക്കുമല്ലോ അല്ലേ, സോ പ്രിഡിക്റ്റഡ്. ഓക്കെ, ദെൻ നമുക്ക് എക്സ് ലേബിളും വൈ ലേബിളും കൊടുക്കാം. ഇത് ആ ഒരു ഡോട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേബിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്ലോട്ടിൻ്റെ എക്സ് ലേബിളും വൈ ലേബിളും ആഡ് ചെയ്യാം. സോ എക്സ് ലേബിൾ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം, തൽക്കാലം ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് മാത്രം കൊടുക്കാം. ഇയേഴ്സ് ഓഫ്
എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ വൈ ലേബിൾ എന്ത് കൊടുക്കുക, വൈ ലേബിൾ ഓഫ് സാലറി കൊടുക്കുക. ഓക്കെ, ദെൻ ലെജൻഡ് കൊടുക്കാം, പി എൽ ടി ഡോട്ട് ലെജൻഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ടൈറ്റിൽ വേണമെങ്കിൽ ടൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, പി എൽ ടി ഡോട്ട് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ദെൻ അതിൻ്റെ ഡബിൾ കോട്ട്സിൽ ആക്ച്വൽ വേഴ്സസ് കൊടുക്കുക, പ്രിഡിക്റ്റഡ് സാലറീസ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, പി എൽ ടി ഡോട്ട് ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എക്സ് ആൻഡ് വൈ മസ്റ്റ് ബി സെയിം. ഓക്കെ, നമ്മൾ ആ ഒരു എക്സിൽ സിംഗിൾ അല്ല 2 കോളംസ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. സോ അത് റെഡിയാക്കാം. ചെയ്താൽ മതി, കമൻറ്റ് ചെയ്ത് അൺകമൻറ്റ് ചെയ്തിട്ടാൽ മതി. ഇതിന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്, ദെൻ ഇതിന് അൺകമൻറ്റ് ചെയ്തിടാം. റൺ ചെയ്യാം. റൺ. ഓക്കെ, നമുക്കൊരു പ്ലോട്ടിങ് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണല്ലോ വന്നത്. ഓൾമോസ്റ്റ് അടുത്തടുത്ത് എല്ലാ പോയിന്റിൻ്റെ ബ്ലൂവും റെഡും ഓൾമോസ്റ്റ് അടുത്തടുത്ത് ഡോട്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വാല്യൂസ് ആയിട്ടാണ് അല്ലേ വന്നിരിക്കുന്നത്. നമുക്കൂടി ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലോട്ട് കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിന് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇമ്പോർട്ടൻസസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഫംഗ്ഷൻ ഇല്ലേ മോഡലിൽ, ഫീച്ചർ ഇമ്പോർട്ടൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ കുറച്ചും കൂടി എന്താ പറയുക, ഓപ്ഷണൽ ആണ്. സിംഗിൾ ഫീച്ചർ ഉള്ള കേസസിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പ്ലോട്ടും കൂടി ജസ്റ്റ് ചെയ്ത് നോക്കാം ബാർ ഗ്രാഫിൽ. സോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ ഇമ്പോർട്ടൻസസ് ഈക്വൽസ് എന്ത് കൊടുക്കാം, മോഡൽ ഡോട്ട് ഫീച്ചർ അണ്ടർസ്കോർ ഇമ്പോർട്ടൻസസ് അണ്ടർസ്കോറും കൂടെ കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ പ്ലോട്ട് ബാർ ചാർട്ടാണ്, പി എൽ ടി ഡോട്ട് ബാർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ഡോട്ട് കോളംസ് കോമ ഇമ്പോർട്ടൻസസ്. ദെൻ അതേപോലെ തന്നെ കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, പി എൽ ടി ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ സെറ്റല്ല ഡബിൾ കോട്ട്സ് എന്താണ് ഫീച്ചർ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ദെൻ പി എൽ ടി ഡോട്ട് ഷോ. എന്താണ് സിംഗിൾ ഫീച്ചറേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ വന്നിരിക്കുന്നത്. വേറെ ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ബാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഫിൽഡ് ആയിട്ടുള്ള 0 to 1 എൻറ്റയർലി ഫിൽഡ് ആയിട്ടുള്ള ആ ഒരു ഇതായിരിക്കും വരുന്നത്. ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ലേബിൾ വന്നിരിക്കുന്നത്. സോ ആ ഒരു ഫീച്ചർ മാത്രമാണ് ഇതിൽ നമുക്കിപ്പോൾ ഡിസ്പ്ലേ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി റാൻഡം ഫോറസ്റ്റ് റിഗ്രസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോജിക് എന്ന് പറയുമ്പോൾ എൻസെമ്പിൾ ഡിസിഷൻ ട്രീസ് ആണ്. സോ ഓരോ ട്രീൻ്റെയും എന്താണ് സബ്സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ റാൻഡം ഫോറസ്റ്റിൽ കുറേ ട്രീസ് ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ. അതിൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് ഓരോ ട്രീൻ്റെയും ഔട്ട്കം വരുന്നത് എന്താണോ അതിൻ്റെ ആവറേജ് ആണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് നോൺ ലീനിയർ പാറ്റേൺസ് ഒക്കെയുള്ള ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഓവർ ഫിറ്റിംഗ് റെഡ്യൂസ് ചെയ്യും. ആവറേജിങ് യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. സോ അതിൽ ഓവർ ഫിറ്റിംഗ് റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ വലിയ ഡാറ്റ സെറ്റൊക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ റാൻഡം ഫോറസ്റ്റ് തന്നെയാണ്. സോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ലൈബ്രറീസ്, നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്തു, ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്തു. ദെൻ എന്താണ് നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ക്ലീനിങ് ചെയ്യാനായിട്ട് ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കിയപ്പോൾ നൾ വാല്യൂസും ഇല്ല, ഔട്ട്ലയേഴ്സും ഇല്ല. സോ ക്ലീനിങ് ആയിട്ട് കാര്യമായിട്ടില്ല. ദെൻ വിഷ്വലൈസേഷനാണ്, റിലേഷൻഷിപ്പ് വിഷ്വലൈസ് ചെയ്യാന്നുള്ളൊരു സ്റ്റെപ്പാണ് നമ്മൾ പിന്നീട് ചെയ്തത്. ദെൻ എന്താണ് ഫീച്ചേഴ്സിനെയും ടാർഗറ്റിനെയും പ്രിപ്പയർ ചെയ്തിരുന്നു. സോ എക്സും വൈയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ റാൻഡം ഫോറസ്റ്റ് റിഗ്രസർ എന്ന് പറയുന്ന ആ ഒരു
അൽഗോരിതത്തിൽ നമ്മുടെ ഡാറ്റനെ ട്രെയിൻ ചെയ്തെടുത്തു. ദെൻ എന്താണ് ആർട്ട് സ്കോറും RMSE യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പ്രിഡിക്ഷൻ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, അത് ഓപ്ഷണൽ ആണ് കേട്ടോ, കമ്പൽസറി ഒന്നല്ല. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ചെയ്ത് നോക്കാൻ പറ്റും. സോ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതൊരു റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആയിരുന്നു. കുറച്ച് കോളംസേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ സെറ്റിൽ വേണമെങ്കിൽ എന്തും ചെയ്ത് നോക്കാം. ലീനിയർ റിഗ്രഷൻ്റെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ബിക്കോസ് റിഗ്രഷൻ അൽഗോരിതംസ് റിഗ്രഷൻ ഡാറ്റ സെറ്റിലും അതേപോലെ തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ക്ലാസിഫിക്കേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ സെറ്റിലുമാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സാലറീൻ്റെ ഡാറ്റ സെറ്റ് ഞാൻ അയച്ചിട്ടുണ്ടാവില്ല, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അയക്കാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ലോഡ് ആവട്ടെ കേട്ടോ. ഓക്കെ, ദെൻ സൂപ്പർവൈസ്ഡിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ പറഞ്ഞിരുന്നു, ലോജിസ്റ്റിക് റിഗ്രഷൻ പറഞ്ഞിരുന്നു, ഡിസിഷൻ ട്രീ കഴിഞ്ഞു, റാൻഡം ഫോറസ്റ്റും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് KNN എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഉണ്ട്. സോ K നിയറസ്റ്റ് നൈബർ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഐറിസ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഫോൾഡർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. KNN, K നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയും. സോ നിയർ ബൈ ഉള്ള നൈബേഴ്സ് വെച്ചിട്ടാണ് അതിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്, നെയിം പോലെ തന്നെ. നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ ഐറിസ് ഡാറ്റ സെറ്റിനെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓപ്പൺ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പാത്ത് കൊടുത്താലും മതി കേട്ടോ, ഏതാണെങ്കിലും ഓക്കെ ആണ്. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് ഡാറ്റ സെറ്റിനെ. ദെൻ പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. KNN ലേസി ലീനിയർ അൽഗോരിതം എന്നും കൂടി പറയൂ കേട്ടോ, എന്തുകൊണ്ടാന്നൊക്കെ പറയാം. ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ഇവിടെ K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് വരിക, ഒരു K ലേണർ അൽഗോരിതം എന്ന് പറയും. ഇതിൽ K എന്ന് പറയുന്നതാണ് ഹൈപ്പർ പാരാമീറ്റർ ആയിട്ട് വരിക. അതായത് K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതാണ് നമ്മുടെ എന്താ ഹൈപ്പർ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ. ഹൈപ്പർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം ഫോറസ്റ്റിൽ എസ്റ്റിമേറ്റേഴ്സ് ഒക്കെ കൊടുത്ത് ചെയ്ത് നോക്കിയില്ലായിരുന്നോ, അതേപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രിഡിക്ഷനെ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, K എന്ന് പറയുന്ന ഹൈപ്പർ പാരാമീറ്റർ ആണ്. ഇവിടുത്തെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ലാസ്റ്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി റിവൈസ് ചെയ്ത് തരാം കേട്ടോ. കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മുടെ പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ഔട്ട്കം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്കം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റിനെ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന എന്താ പറയുക ടേംസും കാര്യങ്ങളും കുറച്ച് ഉണ്ട്. അതായത് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ ഓരോന്നിലും ഓരോന്നാണ് വരുന്നത്. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ലാസ്റ്റ് ഫൈനലി നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഐറിസ് ഡാറ്റ സെറ്റിൽ KNN ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അതായത് KNN എന്താണ്, റിഗ്രസറും ഉണ്ട് ക്ലാസിഫയറും ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഐറിസ് ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് ക്ലാസിഫയർ ആണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇമ്പോർട്ട്സ് ഒക്കെ ചെയ്ത് വയ്ക്കാം. സോ ഇമ്പോർട്ട് numpy ആസ് NP കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, pandas ആസ് എന്ത് കൊടുക്കുക, PD കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഏതൊക്കെയാണ്, സീബോൺ വേണമെങ്കിൽ സീബോൺ കൊടുക്കാം. ഇമ്പോർട്ട് കൊടുക്കുക, ഇമ്പോർട്ട് സീബോൺ ആസ് SNS കൊടുക്കുക. അതേപോലെ ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, matplotlib ഡോട്ട് pyplot ആസ് PLT കൊടുക്കുക. ദെൻ ഓക്കെ ട്രെയിൻ ടെസ്റ്റ് സ്ക്രിപ്റ്റ് വേണം. സോ ഫ്രം ഇത് കൊടുക്കുക
sklearn dot model selection import train test split കൊടുക്കുന്നുണ്ട്. ദെൻ KNN എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്യണം അല്ലേ. സോ അത് sklearn നൈബേഴ്സിലാണുള്ളത്. സോ അതും കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം sklearn dot neighbors import k neighbors classifier k neighbors classifier. ഓക്കെ, ദെൻ ഇമ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഫ്രെയിമിനെ ലോഡ് ചെയ്യിക്കണം. ഡാറ്റ ഈക്വൽസ് എന്ത് കൊടുക്കാം, pd ഡോട്ട് റീഡ് അണ്ടർസ്കോർ csv ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം, സിംഗിൾ കോട്ട്സിൽ നമ്മുടെ ഐറിസ് ഡോട്ട് csv കൊടുക്കുക. നമ്മൾ ഐറിസ് ഡാറ്റ സെറ്റിൽ ചെയ്ത എല്ലാ പ്രീ പ്രോസസ്സിങ്ങും നമ്മൾ എവിടെ ചെയ്യേണ്ടി വരും, ഇവിടെയും ചെയ്യേണ്ടി വരും. ഡാറ്റ ഡോട്ട് എന്ത് കൊടുക്കുക, ഹെഡ് കൊടുക്കുക. ദെൻ എത്ര റോ കൗണ്ട് ഉണ്ട്, കോളം കൗണ്ട് ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി മുമ്പ് ചെയ്തത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഐറിസ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷനിൽ യൂസ് ചെയ്തതാണ്, അല്ല ലീനിയർ റിഗ്രഷനിലാണ്. ഐറിസ് ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ടില്ലേ, ഇവിടെ ചെയ്തിട്ടുണ്ട്. ഐറിസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ പാത്ത് വെച്ചിട്ടായിരുന്നു ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തപ്പോൾ ഐറിസ് ഡാറ്റ സെറ്റിനെ ഹാൻഡിൽ ചെയ്തപ്പോൾ ചെയ്തിരുന്നത്. ദെൻ കോളം നെയിംസ് വെച്ച് നോക്കിയായിരുന്നു, ഡാറ്റ ടൈപ്പ് ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ എന്താണ് ഇൻഫോ ഡിസ്ക്രൈബ് ഒക്കെ വെച്ച് ചെയ്ത് നോക്കിയായിരുന്നു. കോളം കൗണ്ട് ചെയ്തു, വാല്യൂസ് ഒന്നും ഉണ്ടായില്ല. ഈ എൻറ്റയർ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ലേബിൾ എൻകോഡർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, എക്സ് ടെസ്റ്റ് വൈ ടെസ്റ്റ് ഇവിടം വരെ നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. സോ ഇത്രയും സ്റ്റെപ്സ് നമുക്ക് വേണം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്തു. ദെൻ അതിന് മുമ്പായിട്ട് നമ്മൾ റീനെയിം ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, ഫയൽ നെയിം ഇട്ടില്ലായിരുന്നു. KNN ക്ലാസിഫയർ, KNN ക്ലാസിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ കണ്ടോ ഡോട്ട് ഇട്ടിട്ടൊക്കെയാണ് നെയിം വരുന്നത് അല്ലേ. നമുക്ക് ഈ ഡോട്ടിന് പകരം നമുക്ക് ഈ കോളം നെയിം ഒന്ന് റീനെയിം ചെയ്താലോ. നമ്മൾ അത് ഇതുവരെയായിട്ടും ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. എന്ത് ചെയ്യുക, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡോട്ട് റീനെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ റീനെയിം യൂസ് ചെയ്യുക. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, കോളംസ് ഈക്വൽ എന്ത് കൊടുക്കുക, കോളംസിൻ്റെ അവിടെ കേർലി ബ്രാക്കറ്റ്സ് കീ വാല്യൂ പെയർ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക. സോ either സിംഗിൾ കോട്ട്സ് ഡബിൾ കോട്ട്സ്, ഞാനിപ്പോൾ സിംഗിൾ കോട്ട്സ് ആണ് കൊടുക്കുന്നത്. ഇവിടെ സെപ്പൽ ലെങ്ത് തന്നെ എടുക്കാം. സോ സെപ്പൽ ഡോട്ട് ലെങ്ത് എന്നാണ് അതിൽ കാണിക്കുന്നത്. അതിനെ നമുക്ക് എന്താക്കാം, സെപ്പൽ അണ്ടർസ്കോർ ലെങ്ത് എന്നാക്കാം. സെപ്പൽ അണ്ടർസ്കോർ ലെങ്ത് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കേർലി ബ്രാക്കറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇൻ പ്ലേസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഡാറ്റ എന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് നമ്മൾ കോളം നെയിം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സെപ്പൽ ലെങ്ത്തിനെ ഡോട്ട് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ടായിരുന്നു, അണ്ടർസ്കോർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കോളം നെയിംസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ, ഓപ്ഷണലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി സ്പേസ് ഉള്ള കോളം നെയിംസ് ഒക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ റീനെയിം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ സെറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ റീനെയിം ഫംഗ്ഷനാണ് അതിനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതൊക്കെ കോളം നെയിംസ് ആണോ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്
ആ കോളം നെയിമിൻ്റെ കറൻ്റ്ലി ഉള്ള കോളം നെയിമും നമ്മൾ എക്സ്പെക്റ്റിംഗ് നമ്മൾ ഏതാണ് ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുക, ലൈക്ക് എങ്ങനെയാണ് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻപ്ലേസ് ഇക്വൽ ടു ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഫ്രെയിമിൽ ആ ഒരു റീനെയിം ഇംപ്ലിമെൻ്റ് ആയിക്കോളൂ കേട്ടോ. ഡാറ്റ ഫ്രെയിമിൽ ആ ഒരു ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപ്ലേസ് ഈക്വൽ ടു ട്രൂ കൊടുക്കുന്നത്. ദെൻ ആക്സസ് ഈക്വൽ ടു 1 കൊടുക്കുന്നത് കോളം വൈസ് നമ്മൾ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ കോളം വൈസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എക്സ് കൊടുക്കുന്നുണ്ട്, ദെൻ എക്സ് ഈക്വൽ ടു അതായത് ഫീച്ചേഴ്സും ടാർജറ്റും കൊടുക്കുവാണ്. സോ എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടാർജറ്റ് കോളം എന്ന് പറയുന്നത് വെറൈറ്റി ആണല്ലോ. സോ ആ വെറൈറ്റീനെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പ് ചെയ്ത് കളയുന്നുണ്ട്. സോ വെറൈറ്റി, ദെൻ അത് കഴിഞ്ഞ ശേഷം ഒരു കോമ കൊടുക്കുക, ആക്സിസ് ഈക്വൽ ടു 1 കൊടുക്കുക, ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. ആസ് ദ സെയിം വേ നമുക്ക് എന്ത് കൊടുക്കണം, ടാർജറ്റ് കോളം കൂടി കൊടുക്കണം. സോ വൈ ഈക്വൽ ടു ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ നമ്മുടെ ആ ഒരു കോളം നെയിം കൊടുക്കുക, വെറൈറ്റി കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യുക. സോ നമ്മുടെ ഫീച്ചേഴ്സും ടാർജറ്റ്സും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് എക്സ് അണ്ടർസ്കോർ ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ വൈ ട്രെയിൻ കോമ എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റും കൂടി കൊടുക്കുക. വൈ ടെസ്റ്റ് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്, ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ എക്സും വൈയും പാസ് ചെയ്യുക. എക്സ് കോമ വൈ കോമ എന്ത് കൊടുക്കുക, ടെസ്റ്റ് അണ്ടർസ്കോർ സൈസ്, ടെസ്റ്റ് സൈസ് ഈക്വൽ ടു 0.2 കൊടുക്കാം. സോ 20% ടെസ്റ്റിങ്ങിനും ബാക്കി 80% ട്രെയിനിങ്ങിനും കൊടുക്കുക. ദെൻ എന്ത് കൊടുക്കുക, റാൻഡം സ്റ്റേറ്റ് ഈക്വൽ ടു ഒരു 25 കൊടുക്കാം. ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം കേട്ടോ. റാൻഡം സ്റ്റേറ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു റാൻഡം സ്റ്റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എക്സ് ട്രെയിനിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ എക്സ് ടെസ്റ്റിൻ്റെ ഷേപ്പും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ട്രെയിൻ ഡോട്ട് ഷേപ്പ് കോമ എക്സ് ടെസ്റ്റ് ഡോട്ട് ഷേപ്പ് കൊടുക്കാം. സോ രണ്ടെണ്ണത്തിൻ്റെ ഷേപ്പ് വരും. എക്സ് ട്രെയിനിൻ്റെ 120യും അതേപോലെ തന്നെ എക്സ് ടെസ്റ്റിൻ്റെ 30 ആണ് നമ്മുടെ ടെസ്റ്റിംഗ് ഡാറ്റയും വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലോജിസ്റ്റിക് റിഗ്രഷൻ ചെയ്തിട്ടുണ്ടാവും ഈ ഐറിസ് പ്രോബ്ലത്തിൽ. യെസ്, ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ആസ് ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് KNN-ലാണ് കേട്ടോ. സോ മോഡൽ ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട്, K നൈബേഴ്സ് ക്ലാസിഫയർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. സോ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, മോഡലിനെ ഫിറ്റ് ചെയ്യാനുണ്ട്. മോഡൽ ഡോട്ട് ഫിറ്റ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക, എക്സ് അണ്ടർസ്കോർ ട്രെയിൻ കോമ വൈ അണ്ടർസ്കോർ ട്രെയിൻ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ മോഡൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിൻ സ്കോറും ടെസ്റ്റ് സ്കോറും ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സെല്ല് റൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ട്രെയിൻ സ്കോർ കോളൻ, ഒരു സ്പേസ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു കോമഡ മോഡൽ ഡോട്ട് കൊടുക്കുക, സ്കോർ കൊടുക്കുക, ബ്രാക്കറ്റിൽ എക്സ് ട്രെയിൻ കോമ എന്ത് കൊടുക്കുക, വൈ ട്രെയിൻ കൊടുക്കുക. പ്രിൻ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ട്രെയിനിങ് ചെക്ക് ചെയ്ത പോലെ തന്നെ ടെസ്റ്റിങ്ങും കൂടി ചെക്ക് ചെയ്യുക. സോ ട്രെയിൻ സ്കോർ കൊടുത്ത പോലെ തന്നെ ടെസ്റ്റ് സ്കോർ കൊടുക്കുക, കോളൻ സ്പേസ് കൊടുക്കുക, ദെൻ കോമ മോഡൽ ഡോട്ട് സ്കോർ കൊടുക്കുക, ബ്രാക്കറ്റിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ബ്രാക്കറ്റ്സ് ഇവിടെ പ്രിന്റിൻ്റെ ക്ലോസിങ്ങും പ്രോപ്പർ ആയിട്ടില്ല, അതിൻ്റെ എററാണ്. സോ അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യുക.
ദെൻ റൺ ചെയ്യാം. സോ അറൌണ്ട് 0.9 എന്നുള്ള റേഞ്ചിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. സോ കെന്റെ കേസിൽ നമുക്ക് നൈബേഴ്സിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ കെ ആണ് നമ്മുടെ എന്ത് പറയുന്നത് ഹൈപ്പർ പാരാമീറ്റർ, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ എൻ നൈബേഴ്സിനെയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നെക്സ്റ്റ് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ മോഡൽ ഓൾറെഡി ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആസ് എ സെയിം വേ നമുക്ക് സെക്കൻഡ് മോഡലും കൂടി ക്രിയേറ്റ് ചെയ്യാം. മോഡൽ 1 ഈക്വൽ ടു k നൈബേഴ്സ് ഇത് കൊടുക്കുക, ക്ലാസിഫയർ കൊടുക്കുക. സോ ക്ലാസിഫയർ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് n അണ്ടർസ്കോർ നൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. n നൈബേഴ്സ് ഇക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് 10 കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് കൊടുക്കുക, നേരത്തെ മുകളിൽ കൊടുത്ത പോലെ തന്നെ എന്ത് കൊടുക്കുക, മോഡൽ 1 ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, നമ്മുടെ എക്സ് ട്രെയിനും വൈ ട്രെയിനും പാസ് ചെയ്യുക. സോ എക്സ് അണ്ടർസ്കോർ ട്രെയിൻ കോമ വൈ അണ്ടർസ്കോർ ട്രെയിൻ കൊടുക്കുക. ഓക്കെ, ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പ്രിന്റ് സെയിം പ്രിന്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. ഇതിനെ കോപ്പി ചെയ്യാം. അതിന് ശേഷം പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മോഡൽ 1 ആക്കണേ, ആ ഒരു ചേഞ്ചസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. സോ ഇവിടെയും മോഡൽ 1 ആക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് സിമിലർ ആണ്. 0.96 തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈബേഴ്സിന്റെ കൗണ്ട് 10 എന്നുള്ളത് 20 ആക്കി നോക്കാം. സോ എന്ത് ചെയ്യുക, ഈ ഒരു സെഷൻ ഫുള്ളായിട്ട് കോപ്പി ചെയ്യുക. നെക്സ്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, മോഡൽ 2 ആക്കുക. മോഡൽ 2 കൊടുക്കുക. അതേപോലെ തന്നെ നൈബേഴ്സ് 10 മാറ്റിയിട്ട് 20 ആക്കി നോക്കുക. ചേഞ്ചസ് എന്തെങ്കിലും വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടെ മോഡൽ 2 ആക്കിയിട്ടുണ്ട്. ഇവിടെയും മോഡൽ 2 ആക്കുക. ദെൻ 2 കൊടുക്കുക, റൺ ചെയ്യാം. ടെസ്റ്റ് സ്കോർ നല്ലപോലെ വന്നിട്ടുണ്ട്. ട്രെയിൻ സ്കോർ 0.97 റേഞ്ചിലും വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതേപോലെ നമ്മൾ നൈബേഴ്സിന്റെ കൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഗ്രൂപ്പിംഗ് പോലെയാണ്. ഒരു എന്താ പറയുക, സെറ്റ് ഓഫ് ഡാറ്റാസ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ കെയിനിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു തരുവാണെങ്കിൽ പിക്ചേഴ്സ് കാണിച്ചാൽ. സോ ഇത് കണ്ടോ, ഗ്രൂപ്പിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. നിയർ ബൈ ക്ലസ്റ്റേഴ്സിലേക്ക്, ഏറ്റവും അടുത്തുള്ള നിയർ ബൈ ക്ലസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യിക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. സോ നിയർ ബൈ ഒരു ഡാറ്റ പോയിന്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഏതാണോ വരുന്നത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്, ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇവിടെ നൈബേഴ്സ്, എത്ര നൈബേഴ്സ് ചുറ്റും കൗണ്ട് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഇവിടെ കെ നൈബേഴ്സ് 3 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്കിൾ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. 6 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡാറ്റ അതിൽ പെടും. സോ അങ്ങനെ ഓരോ നമ്മൾ കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ നൈബേഴ്സ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഗ്രൂപ്പിങ്ങിനും ചേഞ്ചസ് വരുന്നുണ്ട്. സോ അതിനെയാണ് എന്ത് പറയുന്നത്, കെ നിയറസ്റ്റ് നൈബേഴ്സ് പറയുന്നത്. ഒരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. സോ അവിടത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ നിയർ ബൈ കെ വാല്യൂസ് അല്ലെങ്കിൽ നൈബേഴ്സ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവിടെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഐറിസ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് കെനെ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതേപോലെ നൈബേഴ്സിന്റെ കൗണ്ട് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ട് എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇന്നത്തേക്ക് ഞാൻ ഇത്രയും പോർഷൻസ് ആണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഈ ഡാറ്റ സെറ്റ് ഞാനിപ്പോൾ തന്നെ അയച്ചുതരാം കേട്ടോ. ഇതിന് മുമ്പ് പറഞ്ഞല്ലേ, ഐറിസിന് മുമ്പ് പറഞ്ഞത് ക്ലാസ് ചെയ്യുമ്പോൾ ഞാൻ അയച്ചുതരാം കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഹലോ, ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.